ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ഒട്ടേറെ പേരുടെ ശാസ്ത്രജ്ഞരുടെ ഭാവി തകർക്കുകയും കുടുംബജീവിതം തുലാസിലാക്കി കടന്നുപോവുകയും ചെയ്ത ഒന്നായിരുന്നു ISRO ചാരക്കേസ്. തിരുവനന്തപുരം ISROയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ഡോക്ടർ ശശികുമാരനും ഡോക്ടർ നമ്പിനാരായണനും ചേർന്ന് മറിയം റഷീദ എന്ന മാലി സ്വദേശിനി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ വിദേശികൾക്ക് ചോർത്തി നൽകി എന്നതായിരുന്നു ആരോപണം. എന്നാൽ റഷ്യൻ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് ലഭിക്കാതിരിക്കാൻ അമേരിക്ക നടത്തിയ ഗൂഢാലോചനയാണ് ഇങ്ങനെയൊരു കഥയ്ക്കു പിന്നിലെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. കുറ്റാരോപിതർക്കെതിരായ മാധ്യമ വിചാരണയുടെ ഒന്നാന്തരം ദൃഷ്ടാന്തങ്ങളിലൊന്നായി ഇന്ന് വിലയിരുത്തപ്പെടുന്ന ഈ കേസ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ സ്ഥാനചലനത്തിനു വരെ വഴിവെച്ചു. മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഇടപെടലോടെ വലിയൊരു വിവാദ വ്യവസായമായി മാറുകയായ ഈ തിരക്കഥയുടെ ഇരയായ നമ്പിനാരായണൻ ഇന്നും ജീവിക്കുമ്പോഴും മറ്റൊരു ചാരക്കഥ കൂടി ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അന്ന് ക്രയോജനിക് എൻജിൻ സാങ്കേതികവിദ്യയാണെങ്കിൽ ഇന്നത് ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസിലെത്തി നിൽക്കുന്നു എന്ന വ്യത്യാസം മാത്രം. ISIക്ക് വേണ്ടി ചാരപ്പണി നടത്തിയ ബ്രഹ്മോസിൻ്റെ മുൻ എഞ്ചിനീയർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത് ജൂൺ ആദ്യമാണ്. നാഗ്പൂർ ജില്ലാ കോടതിയാണ് നിഷാന്ത് അഗർവാൾ എന്ന എഞ്ചിനീയറെ ശിക്ഷിച്ചത്. നിഷാന്തിൻ്റെ ചാരപ്പണിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ശിക്ഷ വിധിച്ചത്. നാഗ്പൂരിലെ ബ്രഹ്മോസിലെ എയ്റോസ്പേസ് മിസൈൽ സെന്ററിലെ സാങ്കേതിക ഗവേഷണ വിഭാഗത്തിലാണ് നിഷാന്ത് അഗർവാൾ ജോലി ചെയ്തിരുന്നത്. 2018-ൽ സൈനിക ഇൻ്റലിജൻസിൻ്റെയും ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളുടെയും സംയുക്ത നീക്കത്തിലാണ് അഗർവാളിനെ അറസ്റ്റ് ചെയ്തത്. നിർണായകമായ സാങ്കേതിക വിവരം പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസിന് ഇയാൾ ബ്രഹ്മോസിൽ ജോലി ചെയ്തിരുന്ന 4 വർഷം കൊണ്ട് ചോർത്തിക്കൊടുത്തു. DRDOയുടെയും റഷ്യയുടെ സൈനിക ഇൻഡസ്ട്രിയൽ കൺസോർഷ്യത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ്. നാഗ്പൂരിലെ ബ്രഹ്മോസിൻ്റെ മിസൈൽ അസംബ്ലി യൂണിറ്റിലായിരുന്നു നിഷാന്തിന് ജോലി. UP ATS അന്വേഷണ ഉദ്യോഗസ്ഥനായ പങ്കജ് അവസ്ഥയാണ് വിചാരണയ്ക്കിടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ നിന്ന് സീജൽ എന്ന യുവതി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തൻ്റെ പാകിസ്ഥാൻ ചാരന്മാരുമായും ഇന്ത്യയിലെ ചാരന്മാരുമായും ചാറ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കുടുക്കി വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു സീജൽ എന്ന വനിത. 2017-ൽ സീജലിൻ്റെ നിർദ്ദേശപ്രകാരം നിഷാന്ത് അഗർവാൾ തൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ അവർ അയച്ച 3 ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 3 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തു. QWhisper, Chat2Hire, Xtrust എന്നിവയായിരുന്നു 3 ആപ്പുകൾ. നിഷാന്തിൻ്റെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത 3 ആപ്പുകൾ മാൽവെയർ ആയിരുന്നു. അവ ലാപ്പിൽ നിന്ന് ക്ലാസിഫൈഡ് വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നു. ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ നിഷാന്തിൻ്റെ ലാപ്പിൽ നിന്നും കണ്ടെത്തി. അത് BAPLൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു. ലിങ്ക്ഡിനിലും നിഷാന്ത് സീജലുമായി ചാറ്റ് ചെയ്തിരുന്നു. UK-യിലെ ഹെയ്ഡ് ഏവിയേഷൻ്റെ റിക്കോർഡർ എന്ന വ്യാജേന നിഷാന്തിനെ ജോലിക്കെടുക്കാനും സീജൽ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ചാറ്റുകളിൽ നിന്നും വ്യക്തമായി. 2018-ൽ അറസ്റ്റിലായ നിഷാന്ത് ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ 235-ാം വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MV ദേശ്പാണ്ഡെ കണ്ടെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും IT നിയമത്തിലെ സെഷൻ 66 പ്രകാരവുമാണ് കുറ്റങ്ങൾ ചുമത്തിയത്.